അതിന്റെ അകത്ത് ഈ ചന്ദ്രനെ പിളർത്താനായിട്ട് എന്തായാലും ഒരു സാധാരണക്കാരനെ കൊണ്ട് പറ്റൂലല്ലോ. ചന്ദ്രനെ പിളർത്തിന്ന് ആരാ കണ്ടിട്ടുള്ള ഈ ലോകത്ത്? മുഹമ്മദ് നബി അല്ലാതെ. ഇവിടെ നമ്മളെ കൊടുങ്ങല്ലൂര് ഇന്ത്യയിലെ ആദ്യത്തെ ജുമാ മസ്ജിദ് ഇല്ലേ, അത് ഒരു കെട്ടുകഥയാണ്. അങ്ങനെ ഒരു സാധനം ഇല്ല. അതെങ്ങനെ കെട്ടിയതാ? ചരിത്രകാരന്മാർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതെങ്ങനെ കെട്ടിയതാവണി? അങ്ങനെ ആരും കണ്ടിട്ടില്ല. അതൊരു കള്ളക്കഥയാണ്. അതെങ്ങനെ കള്ളക്കഥാവണി? ഇത്രയും വലിയ ചരിത്രം ഇവിടെ ചരിത്രം എവിടെയും കണ്ടിട്ടില്ല. ആരും കണ്ടിട്ടില്ല. അത് അയാളുടെ പേരിൽ ആരോപിക്കപ്പെടുന്ന ഒരു സാധനമാണ്. അത് തള്ളിക്കളഞ്ഞ സാധനം. ആരോപിക്കപ്പെടണം ആരെ? അത് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ചരിത്ര പുസ്തകത്തിൽ തന്നെ ഉണ്ട് അങ്ങനെ ഒരു സാധനം ഇല്ലാന്ന്. ഈ കൊടുങ്ങല്ലൂര് ജുമാ മസ്ജിദിന്റെ കഥപ്പ് നിങ്ങൾ ChatGPT അതില് അടിച്ചു നോക്കിയാലും. ചേരമാന്റെ കാര്യം നമുക്ക് ആരോട് ചോദിക്കാം? ജെമിനിയോട്, സോറി ChatGPT ചോദിച്ചാലോ? ChatGPT തുടങ്ങി ചോദിക്കാം. പക്ഷെ എന്റെ ഉള്ള ബുക്ക് ഏതാണ് ആ ബുക്ക്? ഒന്നെടുത്തേ. അല്ല, അത് ഞങ്ങളെ മദ്രസയിൽ തന്നെ. അതിന്റെ അകത്ത് കേരളപ്പഴമ എന്ന് പറഞ്ഞ ചരിത്ര ഗ്രന്ഥത്തിൽ ഇതിനെ കുറിച്ച് പറയണ്ടേ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ആദ്യം ഇസ്ലാമെത്തിയത് കേരളത്തിലാണ്. കൊടുങ്ങല്ലൂർ ആസ്ഥാനമായി മലബാർ ഭരിച്ചിരുന്ന ചേരമാൻ പെരുമാൾ ഒരിക്കൽ ചന്ദ്രനെ പിളർത്തുന്നതായി സ്വന്തം കണ്ണുകൊണ്ട് നേരിട്ട് കാണുവാൻ ഇടയായി. ഏതാണ് ആള്? ചേരമാൻ പെരുമാള്. കൊടുങ്ങല്ലൂർ ആസ്ഥാനമായി മലബാർ ഭരിച്ചിരുന്ന ചേരമാൻ പെരുമാൾ. ചേരമാൻ പെരുമാൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലും. അത് പറഞ്ഞ പറയൂ, ഏതാണെന്ന് കൃത്യമായിട്ട് പറയൂ. നമ്മുടെ നാട്ടിലുള്ള കണക്ക് പ്രകാരം. നമ്മുടെ നാട്ടിലുള്ള കണക്ക് പ്രകാരം ക്ലിയർ ആയിട്ട് അറിയില്ല. 844 CE മുതൽ 1124 വരെ. ഇന്നെത്ര CE? എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല. ഇന്ന് 2026 CE ആണ്. ഓക്കെ, അപ്പൊ ഇദ്ദേഹം ജീവിച്ചത് 844 മുഹമ്മദ് നബി ഏത് CE മരിച്ചത്? 650 പിടി പോട്ടെ, ഒരു 700 പിടി. അപ്പോ മുഹമ്മദ് നബി ചന്ദ്രനെ പിളർത്തുക എന്തായാലും ഈ മരിക്കണതിന് മുന്നേ അല്ലേ? അതിനെ കുറിച്ച് അറിയില്ല. നമ്മള് വളരെ സിമ്പിൾ ആയിട്ടുള്ള കണക്കാണ് പറയുന്നത്. മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സ്, അതായത് എനിക്കറിയില്ലല്ലോ ഇപ്പൊ